മെക്സവൻകാരെ കണ്ടില്ല എല്ലാ ദിവസവും ഈസ്റ്റർ ദിനമായിട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ജീവിതത്തിൽ സമഗ്രമായ ഒരു എക്സസൈസ് എന്ന് പറയുന്ന ആശയം അവതരിപ്പിച്ചവരാണ് മെക്സവൻ. അപ്പോൾ മെക്സവൻ്റെ ആൾക്കാരാണ് നമ്മുടെ ഈ ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ തുടക്കത്തിൽ നമ്മളോടൊപ്പം ആദ്യം സഹകരിച്ചിരുന്നതും ഇപ്പോഴും സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, വെരി ഗുഡ് മോർണിംഗ്. താങ്ക് യു. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. Reporter is our driving force behind Maxavan. Always highlighting. When we are in trouble also, reporter is with me. തീർച്ചയായിട്ടും ആ ഒരു കാര്യം നമ്മൾ ഈ വ്യായാമം ചെയ്യുന്ന മനുഷ്യരോട്, ഉണർന്നിരിക്കുന്ന മനുഷ്യരോട് നമുക്കൊരു പ്രത്യേക താല്പര്യമാണ്. ഹായ്. അപ്പോൾ ആ താല്പര്യമുള്ളതാണ് മെക്സവനോടുള്ള നമ്മുടെ താല്പര്യം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, വ്യായാമം ചെയ്യുന്ന കുറേ മനുഷ്യരെടുത്ത് നിങ്ങൾ സംസാരിക്കുമ്പോണ്ടല്ലോ, നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഡോപ്പമിൻ എന്ന് പറയുന്നത് സന്തോഷം നൽകുന്ന ഹോർമോൺ ഉണ്ടല്ലോ, അത് വല്ലാതെ ഉണരും. ശരിക്കും പറഞ്ഞാൽ മെക്സവൻ്റെ അടുത്ത് നിന്നാൽ തന്നെ നമുക്ക് ഒരു ഡോപ്പമിൻ ഉണർച്ചയാണ് ഉണ്ടാവുക. ഒരു ഓക്സിറ്റോസിനൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വരും. ഡോപ്പമിൻ നമ്മൾ വളരെ ഹാപ്പി മൂഡ് ആയിരിക്കും അല്ലേ? ചെറിയ സങ്കടമുള്ള മനുഷ്യരാണെങ്കിൽ മെക്സവൻകാരുള്ളതൊക്കെ ഒന്ന് കൂടിയാൽ മതി. എത്ര സമയം നമ്മുടെ എക്സസൈസ് ഇപ്പോഴും? 27 മിനിറ്റ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു വന്നാണല്ലോ, വളരെ ഉഷാറായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാമ്പയിനുമായിട്ട് പോയത് മാക്സിമമിൽ വന്നിട്ട് രണ്ടാമത് കല്യാണം കഴിച്ച ആൾക്കാരുണ്ട് ഉത്തേജനം കിട്ടിയിട്ട്. മെക്സവനിൽ വന്നതിന് ശേഷം ആത്മവിശ്വാസം വീണ്ടെടുത്തു എന്നാണ് ഇവർ പറഞ്ഞതിന്റെ അർത്ഥമായി ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു കോമഡിയാണ്. രോഗങ്ങളില്ല, മനസ്സ് സ്വസ്ഥമായി. പ്രഷർ ഷുഗർ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും അല്ലേ? അപ്പൊ ചില ആളുകൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ചില രാസലഹരിയൊക്കെ വാങ്ങിച്ചു വീഴും. അതിന്റെ ഒരാവശ്യമില്ല. 27 മിനിറ്റ് സൗഹൃദം. അപ്പൊ ആരോഗ്യം വേണം, സന്തോഷം വേണം, സൗഹൃദം വേണം. ഇതിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ലഹരി കണ്ടെത്തേണ്ടത് എന്നാണ് മെക്സവൻ പറയുന്നത്. അതാണ് മെക്സവൻ. അപ്പോൾ ഈ ഈസ്റ്ററിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താ? ഈസ്റ്റർ ആണല്ലോ, ഉയർപ്പാണല്ലോ, ഉയർത്തെഴുന്നേൽക്കുകയാണല്ലോ. അപ്പൊ ജീവിതത്തിന്റെ എല്ലാ പീഡനങ്ങളും ഏറ്റുവാങ്ങി, ലോകത്തിന്റെ എല്ലാ പീഡകളും ഏറ്റുവാങ്ങി കുരിശിൽ തറയ്ക്കപ്പെടുകയും പിന്നീട് അവിടെ നിന്ന് ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്നാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുറെ മനുഷ്യർ നമ്മുടെയൊക്കെ ചുറ്റും ഉണ്ടാവും. പ്രായം ഒരു തടസ്സമേ അല്ല അല്ലേ? ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നേരത്തെ വരുന്ന സമയത്ത് മുട്ടുവേദനയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കംപ്ലീറ്റ് പോയി ആണ്. അപ്പൊ ശരിക്കും എല്ലാം ആക്റ്റീവായിട്ട് എല്ലാവരും ചെയ്യുന്ന. മനസ്സുവേദനയുണ്ടോ? സന്തോഷമായി അല്ലേ? എല്ലാ പ്രാരാബ്ദങ്ങളുടെയും കെട്ടുകളൊക്കെ അഴിച്ചു വിട്ട് കുറച്ചു നേരം രാവിലെ എക്സസൈസ് ഒക്കെ ചെയ്ത് തിരിച്ചു പോകുമ്പോൾ വല്ലാത്തൊരു ഉഷാറാണ്. ഒരു മെക്സവൻ ഫാമിലി ആയിട്ട് മാറി, ഒരു കൂട്ടായ്മയായിട്ട് മാറി. എല്ലാ മധ്യവയസ്കരും ഇതിൽ ഓൾറെഡി ആയിട്ട് എല്ലാ മധ്യവയസ്കരായിട്ട് മാറി. മധ്യവയസ്കരായിട്ടിരുന്നവരൊക്കെ പോയി മധ്യവയസ്കരായിട്ട് നമ്മൾ മാറി അല്ലേ? എല്ലാ ജാതി വിഭാഗത്തിൽപ്പെട്ടവരും. അപ്പോൾ അതൊരു ബ്രാൻഡായിട്ട് മാറി എന്നുള്ളതാണ് വലിയ സന്തോഷമുള്ളൊരു കാര്യം. ഈ ഈസ്റ്റർ ദിനത്തിൽ നിൽക്കുമ്പോൾ, ഈസ്റ്റർ ദിനത്തിൽ എന്താ നിങ്ങളുടെയൊക്കെ പരിപാടികൾ? ഇവിടുന്ന് എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വീട്ടിലോട്ടൊക്കെ പോയി. കോഴിക്കോട് ബീച്ച് ഓൾവേസ് ലൈവാ. ഇവിടെ എല്ലാ ദിവസവും ഓരോ പരിപാടികൾ ഉണ്ടാവും, ഇവന്റും മറ്റുമൊക്കെ. ഇന്ന് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ലഹരിക്കെതിരെ ഒരു ജാഥ വരുന്നുണ്ട്. ഞങ്ങള് മറ്റൊരു യൂണിറ്റ്, കോതി യൂണിറ്റ് ബൈക്ക് റാലി, അതിൽ ഞങ്ങൾ സഹകരിക്കുകയാണ്. മറ്റൊരു സംഗതി, ഇന്ന് ഒരു മാരത്തോൺ നമ്മളോട് ചീഫ് ഗസ്റ്റ്. ഓക്കെ. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലൊക്കെ പോയി എന്താ പരിപാടി? ഈസ്റ്ററിന് യാത്രയൊക്കെ ഉണ്ടോ? ഇന്ന് ടൂറുണ്ട്. ടൂറൊക്കെ പോകുന്നവരാണോ നിങ്ങൾ? കൊച്ചുമോളൊക്കെ വീട്ടിലുണ്ടാവും. കോർഡിനേറ്ററാണ് അഷർ അലി. സ്ഥിരം ടൂർ ഉണ്ട്, ഉല്ലാസം, മാനസിക ഉല്ലാസം. ഗൾഫ് റിട്ടേൺ ആൾക്കാരൊക്കെയാണ് അധികം. എവിടെയായിരുന്നു നമ്മൾ? എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്? ഞാൻ ഗൾഫിലുണ്ടായിരുന്നു. ഇപ്പൊ കാലിക്കറ്റ് എയർപോർട്ട് അഡ്വൈസറി ബോർഡ് മെമ്പറാണ്. ടൂർ ആൻഡ് ട്രാവൽസ് ആണ് ചെയ്യുന്നത്. വെരി ഗുഡ്. അപ്പോൾ യാത്രയൊക്കെ ചെയ്യുന്ന ഒരുപാട് മനുഷ്യരാണ്. ജീവിതത്തിന്റെ സായാഹ്നങ്ങളിൽ അങ്ങനെ ഉരുത്തിരിഞ്ഞിരിക്കില്ല എന്നുള്ളതാണ്. വെറുതെ ഇരിക്കില്ല, ഇവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. ചലിച്ചിരിക്കും. നമ്മളെപ്പോഴും പറയാറുണ്ട്, ചലിച്ചിരിക്കുന്നവർ പിടിച്ചിരിക്കുന്നു എന്നാണ്, ഉറച്ചിരിക്കുന്നവർ ഒലിച്ചുപോയി എന്നാണ്. അതാണ് കവിയുടെ വാക്യം. അപ്പോൾ കൊള്ളാം, താങ്ക് യു. അപ്പോൾ ഉഷാറാവട്ടെ, ഗംഭീരമാവട്ടെ. തീർച്ചയായിട്ടും വരട്ടെ. നമ്മുടെ ബൈക്ക് റാലി നമ്മൾക്കൊപ്പം ചേരും അല്പസമയത്തിനുള്ളിൽ. ലഹരിയും വേണ്ട, ലഹളയും വേണ്ട, വർഗീയതയും വേണ്ട എന്നുള്ളതാണ് നമ്മുടെ ടാഗ്. താങ്ക് യു സർ, താങ്ക് യു. സന്തോഷം.